morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. I believe that you're all doing well. Setting your mindset on the spirit. നിങ്ങളുടെ മനസ്സിനെ ആത്മാവിലേക്ക് കേന്ദ്രീകരിക്കുക. Setting your mindset onto your spirit. നമ്മുടെ മനസ്സ് ദൈവ നിയോഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. We should surrender our mindset to be led by the Lord. ചിലപ്പോൾ നാം ബുദ്ധി ഉപയോഗിച്ച് നീങ്ങുന്ന പല മേഖലകളും പരാജയത്തിൽ ചെന്ന് അവസാനിക്കും. There are many areas where we use our wisdom and end up in defeat. എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, But once God says something, നാം നോക്കുമ്പോൾ അത് അസാധ്യമായി തോന്നും. and through our perception it might be impossible. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ദൈവമാണിത് പറഞ്ഞതെന്ന് മറന്നുപോകരുത്. But do not forget that it is the Lord that created us who said the same നമ്മൾ things. ചിന്തിക്കുന്ന ഭാരമേറിയ ഘനമേറിയ അസാധ്യമായ വിഷയം നടത്തിത്തരാൻ നമുക്ക് ജീവശ്വാസം തന്ന ദൈവത്തിന് കഴിയും. The Lord who gave us breath is the same Lord who can make things possible that seem impossible and heavy and burdensome for us. അപ്പോസ്തലപ്രവൃത്തി 8:29 പഠിക്കുമ്പോൾ, When we read Acts chapter 8 verse 29, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. the Spirit said to Philip, go near and overtake this chariot. അവൻ ഫിലിപ്പോസ് അത് ആ ദൈവ ശബ്ദം അനുസരിച്ചു. And Philip obeyed the voice of God. അവൻ പോയി തേരിനോട് ചേർന്ന് നടന്നു. He ran along with the chariot. അവൻ ദൈവ നിയോഗമായിരുന്നു അത്. And this was by the leading of the Holy Spirit. അതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഷണ്ണൻ സ്നാനപ്പെട്ടു. Therefore, on the spot, the eunuch got baptized. ബുദ്ധി ഉപയോഗിച്ച് ശമര്യയിൽ നിന്നാൽ ഷണ്ണൻ സ്നാനപ്പെടുകയില്ല. If he had used his wisdom and stayed back in Samaria, the man would not have been ദൈവം baptized. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ If the Lord says something, അവിടെ സംശയിക്കേണ്ട there ആവശ്യമില്ല. is no room for doubt. അവൻ യേശു കാൽവറിയിൽ മരിച്ചത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാനാ. Jesus died on Calvary so that our problems may be resolved. അവന്റെ മരണത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആ ദൈവ നിയോഗത്തിലൂടെ സഞ്ചരിപ്പാൻ കഴിയും. A person who believes in his death and resurrection can walk through the purpose of the Lord. ഒരു ദൈവ നിയോഗം. It is the leading of the Lord. നിങ്ങളെ ആ ദൈവ നിയോഗത്തിലൂടെ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ചേർന്ന് നിന്നുകൊള്ളുക. അതൊരു വലിയ അനുഗ്രഹമായി മാറും. God desires to lead you through his leading, so you need to surrender yourself and walk with the Holy Spirit. ഒരിക്കൽ ലിവർ സിറോസിസ് ഉള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. Once a brother with liver cirrhosis came to me for prayer, അദ്ദേഹത്തിന്റെ വയറെല്ലാം വീർത്തിരിക്കും. and his abdomen was inflated, അദ്ദേഹം മരിക്കും. and he was about to die, എല്ലാവരും ഹോസ്പിറ്റലെല്ലാം കൈവിട്ടു. and everyone in the hospital, ദിവസങ്ങൾ എണ്ണി താൻ നീങ്ങിക്കൊണ്ടിരിക്കും. they all left him, and he was counting his last days. അദ്ദേഹം വരുമ്പോൾ ഞാൻ ഈ സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. As he came, I was preaching about baptism. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, I told him, സൗഖ്യമാകാൻ സ്നാനപ്പെടേണ്ട ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് സ്റ്റെപ്പ് ചെയ്താൽ ഒരു വിടുതലുണ്ടാകും. to be healed you don't really need to be baptized, but if you obey the rule, the leading of the Lord, you will see a miracle. ഈ ടൈപ്പിലുള്ള ഒരു വിടുതൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. For the first time that I'm seeing this kind of a deliverance. അടുത്ത ദിവസം സ്നാനം നടക്കുമ്പോൾ The next day, as baptisms were അവൻ happening, 22 പേരുടെ കൂടെ ആ സഹോദരൻ ഇറങ്ങി വന്നു. that brother came down amongst the 22 people, അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. and he came down in the water and got വെള്ളത്തിൽ നിന്ന് baptized. കയറിയപ്പോ And as he came back from the water, തന്റെ വയറ് നേരെ ആയി. his stomach was flat. അവൻ അത്ഭുത സൗഖ്യം നടന്നു. And this was a supernatural miracle. അടുത്ത ദിവസം താൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ The next day when he got himself ഓ checked, യേശു തന്നെ സൗഖ്യമാക്കി. he found out that Jesus had എന്നും healed താൻ him. ജീവിച്ചിരിക്കുന്നു. He's alive even today, താൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. and he's serving the Lord, താൻ അനേകരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. and he's rising many in Christ. ദൈവ നിയോഗത്തിന് വിധേയപ്പെട്ടാൽ, And if you surrender to the leading of ദൈവ the Lord, നിയോഗത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ if you surrender to the purpose
purpose of ഒരു God. ഭയങ്കര ദൈവപ്രവൃത്തി നമ്മളിൽ സംഭവിക്കും. There will be a mighty work of God that will happen. അവൻ ഫിലിപ്പോസിന് എന്താ സംഭവിച്ചത്? What happened to Philip? അവൻ ആ തേനോട് ചേർന്ന് നടന്നു. He was running along with the chariot. അവൻ ആ ഷണ്ണനെ സ്നാനപ്പെടുത്തി. And he baptized the eunuch. അവൻ ദൈവ നിയോഗത്തിന് ഏർപ്പെട്ടത് കൊണ്ട് ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. And because he surrendered to the purpose of God, the Holy Spirit carried him away. നാം ആത്മാവിന് വിധേയപ്പെട്ടാൽ And if you surrender to the Holy Spirit, അസാധാരണ കാര്യങ്ങൾ നടക്കുന്നത് കാണുവാൻ കഴിയും. you will be able to see supernatural things happening. നിങ്ങൾ ആത്മാവിന് വിധേയപ്പെടും. And surrender to the Holy Spirit. അതിന്റെ അർത്ഥം ഈ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാണ്. It means that this word is written by the Holy ഈ Spirit. വചനം നിങ്ങൾ തള്ളിക്കളയരുത്. Do not reject this നിങ്ങൾ word. ഇത് അനുസരിക്കുമ്പോൾ ആത്മനിയോഗത്തിൽ വരികയാണ്. When you obey this word, you are surrendering yourself to the നിങ്ങളുടെ Holy Spirit. ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ, ആ നിത്യത അവകാശമാക്കുവാൻ നാം അവന്റെ വാക്കിന്, നിയോഗത്തിന്, ആത്മനിയോഗത്തിന് വിധേയപ്പെടണം. For you to sustain in your relationship with Christ and to be inheritors of eternal life, you should surrender to the word of God. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. നിങ്ങൾ ആത്മനിയോഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമോ? Would you surrender yourself to the leading of the Holy നിങ്ങൾ Spirit? ആരായിക്കൊള്ളട്ടെ, Whoever you are, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തലമുറകളുടെ ഭയങ്കര പ്രോബ്ലംസ്, തലമുറകളെല്ലാം ഡിപ്രഷൻ, സ്പിരിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന തലമുറകളിൽ വിടുതലുണ്ട്. നിങ്ങൾ ഈ ദൈവനിയോഗത്തിന് വിധേയപ്പെട്ട് യേശുവിന്റെ വാക്ക് അനുസരിക്കൂ. അത്ഭുതം നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. if your children, the young ones, if they are going through depression and struggle, there is deliverance in all of that. You just need to surrender your mindset to the leading of the Holy Spirit. നിങ്ങളുടെ ഭവനത്തിൽ രണ്ട് ഡിപ്രസ്ഡ് വ്യക്തികളില്ലേ? Aren't there two depressed people in your family? ഈ വചനം കേൾക്കുമ്പോൾ, ആമേൻ, ആ വാക്ക് നിങ്ങൾ അനുസരിക്കുമ്പോൾ, നിയോഗത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതം നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകും. When you hear this word and surrender to that word and obey the leading of the Lord, you will see supernatural miracles in your house. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യ്. I bless these ഈ people. ജനം ദൈവ നിയോഗത്തിൽ സഞ്ചരിക്കട്ടെ. May these people move in the leading of the അവരുടെ Spirit. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Let there be great miracles in their life. ഇപ്പോൾ Right now, അവരുടെ ജീവിതത്തിന് നേരെയുള്ള എല്ലാ സിക്നസും, എല്ലാ ട്രയൽസും, എല്ലാ കൊടുങ്കാറ്റുകളും മാറിപ്പോകട്ടെ. every sickness and trial and every storm that stands against their life be removed. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഭാരമേറിയ വിഷയത്തിന്റെ മുൻപിൽ തളർന്നിരിക്കാതെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലമേറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊള്ളുക. കർത്താവിന്റെ കരം നിങ്ങളെ പിടിച്ചിരിക്കുന്നു. Do not lose hope looking at the burdensome situation in your house, but trust in the Lord and he will take you by your hands. ഈ ജനത്തെ ബ്ലസ് ചെയ്യും. I bless these people. ആമേൻ. Amen. God bless you. I love you.